ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എന്തെങ്കിലും കിടക്കാച്ചായിട്ടുള്ള മറ്റൊരു സൺഡേ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള സൺഡേ സ്പെഷ്യൽ എപ്പിസോഡാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും മിസ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ വീഡിയോയുടെ നോക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ലോകമെന്ന് പറയുന്നത് ടെക്നോളജിയുടെ ലോകമാണ്. വളരെയധികം ടെക്നോളജിയിൽ നമ്മൾ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനിയും ടെക്നോളജികളിലൊക്കെ നേടാനുണ്ട്. ടെക്നോളജി വൽകൃതമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വളർന്നിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ റോബോട്ടിക്സ് എന്ന് പറയുന്നത്. അതായത് റോബോട്ടുകളൊക്കെ ഒരുപാട് റോബോട്ടുകളാണ് ഇപ്പോൾ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് റോബോട്ടിക് സിനിമകൾ കാണാറുണ്ട്. അതായത് നമ്മുടെ ട്രാൻസ്ഫോമേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ എന്തിരൻ, അതുപോലെ തന്നെ എന്തിരൻ 2.0, അങ്ങനെ ഒരുപാട് സിനിമകൾ. മലയാളത്തിൽ നിന്ന് തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പനായ ഒരുപാട് സിനിമകൾ തന്നെ നമ്മുടെ റോബോട്ട്സിനെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ നോക്കാൻ പോകുന്നത് ടോപ്പ് 5 റോബോട്ട്സിനെ കുറിച്ചാണ്. അതായത് നമ്മൾ മനുഷ്യരെ പോലെ തന്നെ ഇരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യരെക്കാട്ടും വെല്ലുന്ന രീതിയിലുള്ള കുറച്ച് റോബോട്ടുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും മിസ് ചെയ്യാതെ കാണുക, ഫുൾ വാച്ച് ചെയ്യുക. അടിപൊളി കിടക്കാച്ചായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒരുപാട് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് അതിൽ ഓളെന്നുള്ള ഓപ്ഷൻ നേരിടുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചേക്കാം. മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ എടുക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ASMedia. നമ്പർ 5, അസിമോ. അപ്പോൾ അസിമോ എന്ന് പറയുന്ന റോബോട്ട് കാണാൻ നല്ല ലുക്കിലും അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള റോബോട്ടാണ്. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത് ഹോണ്ടയാണ്. ഇത്തരത്തിലുള്ള ഈ റോബോട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ റോബോട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 1986 ഇത്തരത്തിലുള്ള ഈ ഒരു ഹോണ്ട ഈ ഒരു റോബോട്ടിനെ നിർമ്മിക്കണം എന്നുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്നെങ്കിൽ പോലും അത് 2002 ഫെബ്രുവരി 14 അവർ 25ാമത്തെ വാർഷികത്തിനാണ് ഇത്തരത്തിലുള്ള ഈ റോബോട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും വളരെയധികം ലുക്കായിട്ടുള്ള അല്ലെങ്കിൽ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോബോട്ട് ലുക്കൊക്കെ ഉണ്ടെങ്കിൽ പോലും കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ള റോബോട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു നീളവും കാര്യങ്ങളൊക്കെ വരുന്നത് 4 അടി 3 ഇഞ്ച് നീളമാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വരുന്നത്. അപ്പോൾ ഇതിന് ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 110 പൗണ്ടാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉയരം 4 അടി 3 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 135 സെൻറ്റിമീറ്ററോളം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഇത് വരുന്നിട്ടുള്ളത്. എന്തായാലും അപ്പോൾ ഈ റോബോട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് ഓവറായിട്ടുള്ള വെയിറ്റ് ഒക്കെ വരികയാണെങ്കിൽ ഈ ഒരു റോബോട്ട് നമ്മളെ സഹായിക്കും ആ വെയിറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് വളരെയായിട്ട് സംസാരിക്കാനോ കാര്യങ്ങൾക്കൊന്നും സാധിക്കുകയില്ല. ഇത് സംസാരിക്കുന്നത് ആംഗ്യ ഭാഷയിലൂടെയാണ്. നമ്മൾ സാധാരണ പറയുന്ന പോലെ ഹായ്, ഹലോ, അതുപോലെ തന്നെ ഹൗ ആർ യു സംഭവങ്ങളൊക്കെ ഈ ഒരു ഇംഗ്ലീഷ് വേർഡ്സും സെൻറ്റൻസൊക്കെ ഇതിന് പറയാൻ സാധിക്കുമെങ്കിലും ഇത് സാധാരണയായിട്ട് സംസാരിക്കുന്നത് ആംഗ്യ ഭാഷയിലൂടെ മാത്രമാണ്. സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് ഇങ്ങനെ നടന്ന് പോകാനായിട്ട് സാധിക്കും. അതുപോലെ അതിന് ഓടാനും അതുപോലെ തന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും. അപ്പോൾ എന്തായാലും കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റോബോട്ട് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ 5, 4, 3, 2, 1 ഇങ്ങനെ പോകുന്നത് നമുക്ക് അവസാനം ഏറ്റവും ഫസ്റ്റിലായിട്ട് വളരെ മികച്ച റോബോട്ടിനെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനം വരെ ആരും മിസ് ചെയ്യാതെ തന്നെ കാണുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് റോബോട്ട്സാണ് ഇനി വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത റോബോട്ട് ആരാണെന്ന് നോക്കാം. നമ്പർ 4, എറിക്ക. അപ്പോൾ ഈ ഒരു എറിക്ക എന്ന് പറയുന്ന ഈ റോബോട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗേള് തന്നെയാണ്, അല്ലെങ്കിൽ റോബോട്ട് തന്നെയാണ്. ഇത് ഒറ്റനോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇതൊരു റോബോട്ടാണെന്ന് തിരിച്ചറിവ് ഉണ്ടാവുകയില്ല. പെട്ടെന്ന് കാണുകയാണെങ്കിൽ ഒരു അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. അപ്പോൾ ഈ ഒരു റോബോട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് ഒസാക്ക അതുപോലെ തന്നെ കാട്ടോ സർവകലാശാലകളും ആൻഡ്രോയിഡ് ടെലികമ്മ്യൂണിക്കേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ്റർനാഷണലും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു റോബോട്ട് എറിക്ക എന്ന് പറയുന്ന അതീവ സുന്ദരിയായിട്ടുള്ള ഈ ഒരു റോബോട്ടിനെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ചുമതല എടുത്തിട്ടുള്ളത് ഇഷിഗുറോ ഹിരോഷി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഇത്തരത്തിലുള്ള ഈ റോബോട്ട്സിനൊക്കെ ഉണ്ടാക്കാനായിട്ട്, എറിക്ക എന്ന് പറയുന്ന റോബോട്ട്സിനെ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ സുന്ദരിയായിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗേളായിട്ടുള്ള റോബോട്ട് തന്നെയാണ് ഇതെന്ന് പറഞ്ഞത്. ഇതിന് ഏകദേശം 23 വയസ്സാണുള്ളത്. നല്ല രീതിയിൽ നടക്കാനും അതുപോലെ തന്നെ നല്ല സൂപ്പറായിട്ട് സംസാരിക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഈ ഒരു സംഭവം നിർമ്മിച്ചിട്ടുള്ളത്, ഈ എറിക്ക എന്ന് പറയുന്ന റോബോട്ട് നിർമ്മിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ നമ്മളെ വാർത്താവിനിമയങ്ങളിലൊക്കെ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇതിൻ്റെ ഒരു പകുതി പോർഷൻ മാത്രമേ യഥാർത്ഥത്തിൽ ഒരു ഹ്യൂമൻ്റെ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളൂ. ബാക്കി മൊത്തം നമുക്ക് റോബോട്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതായത് വീലും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കും. അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് സംസാരിക്കാനും ആൾക്കാരൊക്കെ സംസാരിച്ച് കയ്യിലെടുക്കാനുള്ള ഒരു കഴിവും ഈ റോബോട്ടിനുണ്ട്. നമ്മൾ മുഖത്തൊക്കെ
വരുന്ന നമ്മുടെ മുഖത്തൊക്കെ വരുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പോലെ തന്നെ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാനായിട്ടൊരു പ്രത്യേക കഴിവും ഈ ഒരു റോബോട്ടിന് ഉണ്ട്. അപ്പോൾ ഈ ഒരു റോബോട്ട് ഇഷിഗുറ നിർമ്മിച്ചെടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 30 അതീവ സുന്ദരിയായിട്ടുള്ള സ്ത്രീകളുടെ മുഖത്തിൻ്റെ പല പല പോർഷൻസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അവരുടെ ഒരു മൊത്തത്തിൽ എടുത്തിട്ടുള്ള ഒരു റോബോട്ടാണെന്ന് പറയുന്നത്. അത്തരത്തിലൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ബെൽഡും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. എന്നാലും കാണാൻ നല്ല മനോഹരി തന്നെയാണ് ഈ റോബോട്ട് എന്ന് പറയുന്നത്. ഏകദേശം ഒരു ജാപ്പനീസ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷകൾ, ഈ 2 ഭാഷകളാണ് സാധാരണയായിട്ട് സംസാരിക്കുന്നത്. ഇനി വരുന്ന കാലങ്ങളിലൊക്കെ അപ്പോൾ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അടുത്ത റോബോട്ടാണ് ആരാണെന്ന് നോക്കാം. നമ്പർ 3 ജോങ്കോ ചിഹിര. അപ്പോൾ ഈ ഒരു റോബോട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എറിക്കപ്പോൾ തന്നെ വളരെ മനോഹരിയായിട്ടുള്ള ഒരു റോബോട്ട് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. കറക്റ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ലുക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യ സ്ത്രീയുടെ ലുക്കൊക്കെ ഇതിന് കറക്റ്റായിട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷിഗുറ ഹിരോഷി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ തോഷിബ എന്ന് പറയുന്ന ഒരു കമ്പനിയും കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ഒരു മനോഹരിയായിട്ടുള്ള റോബോട്ടിനെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഏകദേശം ഇംഗ്ലീഷ് അതുപോലെ തന്നെ ജാപ്പനീസ്, ചൈനീസ് മുതലായ ഭാഷകളൊക്കെ സംസാരിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ല രീതിയിൽ ആംഗ്യ ഭാഷയൊക്കെ മനസ്സിലാക്കാനും ഇതിന് സാധിക്കും. അതായത് ഇതൊരു ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു റോബോട്ടാണെന്ന് പറയുന്നത്. എന്തായാലും വളരെയധികം ലുക്കിലായാലും അതുപോലെ തന്നെ വളരെ വർക്കിലായെങ്കിലും വളരെ മനോഹരം തന്നെയാണ് ഈ റോബോട്ടിൻ്റെ കാഴ്ചയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. റോബോട്ടിൻ്റെ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തിരിച്ച് സംസാരിക്കാനുള്ള ശേഷിയും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്പ്രഷൻസ് ഒന്നും അത്ര കറക്റ്റ് അല്ലെങ്കിലും കാണാൻ നല്ല ലുക്കാണ്. വർഷങ്ങളിലൊക്കെ ഒരു അപ്ഡേറ്റ് ഈ റോബോട്ടിനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് മികച്ചതായിട്ടുള്ള റോബോട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത റോബോട്ട് ആരാണെന്ന് നോക്കാം. നമ്പർ 2 ജിയ. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു റോബോട്ടിന് ജിയ എന്നും വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ചാ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ചൈനീസ് റോബോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അവരുടെ പേര് വിളിച്ചിട്ടുള്ളത് ചാ എന്നാണ്. അതൊരു ചൈനീസ് ഭാഷയിൽ പറയുകയാണെങ്കിൽ ചാ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് ചൈനീസ് ഭാഷ സംസാരിക്കുന്ന സമയത്ത് ഒരു ചാണൊക്കെയല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഈ ഒരു റോബോട്ടിൻ്റെ പേര് ചാ എന്നാണ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ജിയ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതുപോലെ തന്നെ ജിയ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഒരുപാട് പേരുകൾ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു റോബോട്ട് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വളരെ മനോഹരിയായിട്ടുള്ള ഒരു പെൺ റോബോട്ടാണെങ്കിൽ മനുഷ്യരെ പോലെ തന്നെ ഇരിക്കുന്ന കൃത്യമായിട്ടുള്ള റോബോട്ട് തന്നെയാണ്. ഇതിൽ നടക്കാനും അതുപോലെ തന്നെ നമ്മളോട് സംസാരിക്കാനൊക്കെ സാധിക്കും. ചൈനയുടെ ദേവത, റോബോട്ട് ദേവത എന്നാണ് ഈ ഒരു റോബോട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ അത്രയ്ക്ക് മനോഹരമാണ് ഈ റോബോട്ടിനെ കാണാനായിട്ട്. ഇതിന് വളരെയധികം പ്രസംഗിക്കാനുള്ള കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുതന്നെ വളരെയധികം നല്ല രീതിയിൽ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ഒരു ലിപ് മൂവ്മെൻറ്റും കാര്യങ്ങളൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സംസാരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വരുന്നുണ്ടെങ്കിൽ പോലും അത്ര ഒന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല. എങ്കിലും കാണാൻ നല്ല സുന്ദരിയായിട്ടുള്ള നല്ല മനോഹരിയായിട്ടുള്ള ഒരു റോബോട്ട് തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത റോബോട്ട് ആരാണെന്ന് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ടോപ്പ് 1 ആണ്. അപ്പോൾ അത്രയ്ക്കൊരു ക്വാളിറ്റിയും കാര്യമൊക്കെ റോബോട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത ആരാണെന്ന് നോക്കാം. നമ്പർ 1 സോഫിയ. അപ്പോൾ ഈ ഒരു സോഫിയെ കുറിച്ച് നിങ്ങൾ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും. വളരെ വൈറലായിട്ടുള്ള ഒരു റോബോട്ട് തന്നെയാണ് ഈ സോഫിയ എന്ന് പറയുന്നത്. ഈ ഒരു സോഫിയയ്ക്ക് സൗദി അറേബ്യയിൽ പൗരത്വം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത്. ഇതുവരെയ്ക്കും ലോകത്ത് ആദ്യമായിട്ടാണ് ഒരു റോബോട്ടിന് ഒരു രാജ്യത്ത് പൗരത്വം ഉള്ളത്. അപ്പോൾ സൗദി അറേബ്യക്കാർ ഈ ഒരു റോബോട്ടിനെ അവരുടെ ഒരു രാജ്യത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാക്കി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു പൗരത്വം എന്ന രീതിയിൽ റോബോട്ടിന് കൊടുത്തിട്ടുള്ളത്. എന്നാലും വളരെ മനോഹരമായിട്ടുള്ള റോബോട്ട് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. വളരെയധികം നല്ല രീതിയിൽ സംസാരിക്കാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതിനൊരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സംസാരിക്കുന്ന സമയത്ത് ഇതിന് മുഖത്ത് എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെയാണ് ഇത് വന്നിട്ടുള്ളത്. എന്തായാലും കാണാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റോബോട്ട് അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ എന്ന് നമുക്ക് പെട്ടെന്ന് തോന്നത്തുള്ളൂ. അത് ബാക്ക് ഹെഡ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. കാര്യം എൻ്റെ ബാക്ക് ഹെഡിലായിട്ടൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അതായത് മുടിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടില്ല. എന്നാലും എൻ്റെ റോബോട്ടാണെന്ന് അറിയിക്കാൻ വേണ്ടിയായിരിക്കും ഒരുപക്ഷെ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ കറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഹ്യൂമനായിട്ട് തന്നെ തോന്നത്തുള്ളൂ. എന്നാലും വളരെ നല്ല രീതിയിൽ സംസാരിക്കാനും അതുപോലെ നല്ല രീതിയിൽ ചലിക്കാനും ആംഗ്യഭാഷകളൊക്കെ കാണിക്കാനും മുഖത്തുള്ള എക്സ്പ്രഷൻസ് ഒക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഈ റോബോട്ട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് ഹാൻസൺ റോബോട്ടിക്സ് ആണ് ഇത്തരത്തിലുള്ള ഈ ഒരു സോഫിയ എന്ന് പറയുന്ന ഈ റോബോട്ടിനെ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. എന്നാലും കാണാൻ നല്ല മനോഹരിയായിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണാൻ നല്ല മനോഹരിയായിട്ടുള്ള റോബോട്ട് തന്നെയാണ് എന്ന് പറയുന്നത്. പ്രശസ്ത ഹോളിവുഡ് നടിയായിട്ടുള്ള ഓൺട്രി ഹെഡ്ബോൺസിനെ പോലെയാണ് ഈ ഒരു സോഫിയയുടെ മുഖവും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഓർമ്മയ്ക്കായിരിക്കാം ഒരു പക്ഷേ നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. എന്നാലും
കാണാൻ നല്ല മനോഹരമായിട്ടുള്ള കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ഹ്യൂമനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു റോബോട്ട് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇപ്പോൾ വരുന്ന വർഷങ്ങളൊക്കെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള അപ്ഡേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമെന്നൊക്കെയാണ് അവർ അറിയിച്ചിട്ടുള്ളത്. വരുന്ന വർഷങ്ങളിൽ വളരെ വളരെ നല്ല തന്നെ നമ്മൾ ഹ്യൂമൻസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ആംഗ്യ ഭാഷ തിരിച്ചറിയാനും അതുപോലെ തന്നെ തിരിച്ച് മറുപടി കൊടുക്കാനൊക്കെ സാധിക്കും. ഇനി ഏകദേശം ഇംഗ്ലീഷാണ് ഇതിന് കറക്റ്റായിട്ട് കൃത്യമായിട്ട് ഒരു സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു റോബോട്ട് തന്നെയാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ഏറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് വളരെയധികം പ്രശസ്തമായിട്ടുള്ള റോബോട്ട് തന്നെയാണ്. കാരണം പല ഇൻ്റർവ്യൂകളിലും ഈ ഒരു സോഫി എന്ന് പറയുന്ന റോബോട്ടിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് പല ഇൻ്റർവ്യൂകളിലും വന്നു പോയിട്ടുള്ളൊരു താരമാണ് സോഫി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും അറിയാവുന്ന ഒരു റോബോട്ട് തന്നെ ആയിരിക്കും എന്ന് പറയുന്നത്. എന്തായാലും അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ റോബോട്ട്സിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ ഒരു ലോകം എന്ന് പറയുന്ന റോബോട്ട്സിൻ്റെ ലോകം തന്നെയാണ്. അപ്പോൾ ഇനി വരും വർഷങ്ങളിൽ മനുഷ്യരെ പോലെ തന്നെ റോബോട്ടുകൾ ഉണ്ടാകാമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അല്ലെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള റോബോട്ട്സൊക്കെ വരാം. അപ്പോൾ അത്തരം റോബോട്ട്സൊക്കെ വന്നാലും ചില പ്രശ്നങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എങ്കിൽ പോലും അത്രത്തോളം നമ്മൾ ടെക്നോളജി വർദ്ധിക്കുന്നു എന്നുള്ളത് വളരെയധികം വലിയൊരു നേട്ടമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കാനും ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. അപ്പോൾ അടുത്തൊരു കിടുക്കാച്ചി വീഡിയോയിൽ കാണും വരെയും ബൈ.